പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള ഉച്ചഭക്ഷണ വിതരണം ഇനി മുടങ്ങത്തില്ല. സന്നദ്ധ സംഘടന പിൻവാങ്ങിയതിനെ തുടർന്ന് മുടങ്ങിയ ഭക്ഷണ വിതരണത്തിന്റെ ചുമതല മൂവാറ്റുപുഴ നഗരസഭ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രതിദിനം 100 കണക്കിന് ആളുകൾക്ക് ആശ്വാസമാകുന്ന തീരുമാനമാണ് നഗരസഭ എടുത്തിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള ജനറൽ ആശുപത്രിയിലെ ഉച്ചഭക്ഷണ വിതരണമാണ് ഇനി നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുക. കഴിഞ്ഞ 2 വർഷമായി കോലഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലൈഫ് ലൈൻ ചാരിറ്റബിൾ സംഘടനയാണ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം വിതരണം ചെയ്തിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഭക്ഷണ വിതരണം തുടരാൻ കഴിയില്ലെന്ന് സംഘടന നഗരസഭയെ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരായ രോഗികളും കൂട്ടിരിപ്പുകാരും ബുദ്ധിമുട്ടിലാകാതിരിക്കാൻ ഭക്ഷണ വിതരണം നഗരസഭ ഏറ്റെടുത്തത്. ദിവസവും 200ഓളം ആളുകളാണ് ഈ ഉച്ചഭക്ഷണ വിതരണത്തെ ആശ്രയിക്കുന്നത്. ഇന്നും കൂടിയാണ് ലൈഫ് മിഷൻ ഇന്നിവിടെ ഫുഡ് കൊടുക്കുക. പക്ഷേ നഗരസഭ ഇന്നത് ആർജവത്തോടു കൂടി ഇന്നത് ഏറ്റെടുക്കുകയാണ്. ജനറൽ ഹോസ്പിറ്റലിലെ രോഗികൾക്കുള്ള ഫുഡ് വിതരണം ചെയ്യുന്നതിന് ഒരു തരത്തിലുമുള്ള തടസ്സം വരുവാനായിട്ട് നഗരസഭ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അറിയിക്കാനായിട്ടുള്ളത്. കാരണം ഇന്നു മുതൽ നാളെ മുതൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ ഒരു ഭക്ഷണ വിതരണം തുടർന്നു പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ഈ പ്രദേശത്തുള്ള വ്യക്തികളുടെ സഹായം തേടിക്കൊണ്ട് അതിന് നഗരസഭ നേതൃത്വം കൊടുത്തുകൊണ്ടായിരിക്കും മുൻപോട്ട് പോവുക. ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം ഒരു ദിവസം പോലും മുടങ്ങില്ലെന്ന് നഗരസഭ അറിയിച്ചു. മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ പദ്ധതി തുടർന്നു കൊണ്ടുപോകാനാണ് നഗരസഭയുടെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.